സർ, വിശ്വാമിത്രനെ യാഗ സംരക്ഷണത്തിന് വേണ്ടി സഹായിക്കുന്ന ഭരണാധിപന്മാർ, ഈ ഒരു മനോഹരമായ സംലയമാണ് ഋഷിത്വത്തിന് വഴങ്ങുന്ന ധർമാധികാരത്തിൻ്റെയും ഈ ഒരു സമന്വയമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ആശയം എങ്ങനെയാണ് സർ മനസ്സിലാക്കുന്നത്? പ്രപഞ്ചം ആണ് മഹായജ്ഞവേദി. മഹായജ്ഞത്തിൻ്റെ ഫലമാണ് സാക്ഷാൽ പ്രപഞ്ചം. അതായിരിക്കണം അതിൻ്റെ ഏറ്റവും ആത്യന്തികമായ പാഠം അല്ലെങ്കിൽ ജ്ഞാനപാഠം. അപ്പോൾ പരസ്പര സഹകരണത്തിൻ്റെ മഹാവേദി കൂടിയാണ് ഈ പ്രപഞ്ചം. യജ്ഞം എന്ന് പറയുമ്പോൾ നിഷ്കാമമായി അനുഷ്ഠിക്കപ്പെടുന്ന സത്കർമ്മമാണ്. ലോക നന്മയ്ക്കു വേണ്ടി, ലോകരക്ഷയ്ക്കു വേണ്ടി നിസ്വാർത്ഥമായിട്ട് അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മമാണ് യജ്ഞം. ഭാവിയിലെ ചക്രവർത്തിയാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹം പ്രജാപരിപാലനം എന്ന വ്രതം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ്. ആ ധർമ്മ നിർവഹണത്തിൻ്റെ ആദിമ പാഠമാണ് വിശ്വാമിത്രനിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ജ്ഞാനമാർഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിക്ക്, സാധകന്, ഉപാസകന് കൈവരുന്ന ആ ഗുരു ലാഭമാണ് വിശ്വാമിത്രനിലൂടെ കിട്ടുന്നത്. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാത്ത ദേഹങ്ങളല്ലോ നിങ്ങൾ എന്നാണ് തുഞ്ചത്തെഴുത്തച്ഛൻ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തുള്ള രാമലക്ഷ്മണന്മാരെ വിശേഷിപ്പിക്കുന്നത്. ആ ദേഹങ്ങൾക്ക് ശരീരബോധത്തിന്, ഇന്ദ്രിയബോധത്തിന് അപ്പുറമെത്താനുള്ള പാഠമാണ് ആദ്യം വിശ്വാമിത്ര മഹർഷി പകർന്നു കൊടുക്കുന്നത്. ബലയും അതിബലയും, വിശക്കാതെയും ദാഹിക്കാതെയും കർമ്മരംഗത്തു നിന്ന് മുന്നോട്ട് പോകാനുള്ള പാഠം. അങ്ങനെ പലതും ചെയ്തതിന് ശേഷമാണ് വൈദേഹിയെ ലഭിക്കുന്നത്, വിദേഹതയെ പ്രാപിക്കാൻ, സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ശരീരപരമായിട്ടുള്ള തലം വിട്ട് ഭഗവാന്റെ അവതാര കർമ്മ പൂർത്തിക്കു വേണ്ട ആദ്യത്തെ പാഠം എന്ന നിലയിലാണ് വിശ്വാമിത്ര മഹർഷിയുടെ ആ ശ്രമത്തെ, സേവനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. യജ്ഞം ചെയ്യുന്ന ഋഷീശ്വരന്മാർ ഒരു സ്വാർത്ഥവും ഇല്ലാതെ ലോകമംഗളത്തിനു വേണ്ടി ലോകാനുഗ്രഹപ്രദമായ കർമാനുഷ്ഠാനമാണ് നടത്തുന്നത്. അതിൻ്റെ ഫലമാണ്, യജ്ഞശിഷ്ടമാണ് ലോകം ഭുജിക്കുന്നത്. ആ യജ്ഞം അഭംഗുരം നടന്നെങ്കിൽ മാത്രമേ ലോകമംഗളം സാധിക്കുകയുള്ളൂ. അതിനെ തടസ്സപ്പെടുത്തുന്നത് ആരാണ്? ലോകത്തിന് ശാന്തി ഉണ്ടായിക്കൂടാ, നന്മയുണ്ടായിക്കൂടാ, സ്വാർത്ഥം മാത്രം വിളയിക്കണം എന്നാഗ്രഹിക്കുന്ന കുടില ബുദ്ധികളാണ്. ആ ബുദ്ധി, അങ്ങനെയുള്ള കുടില ബുദ്ധികളെയാണ് അസുരന്മാരെന്നും രാക്ഷസന്മാരെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ സംഖ്യ പെരുകുകയാണ് എങ്കിൽ തീർച്ചയായും അവരെ അമർച്ച ചെയ്യണം, അവരുടെ ഉന്മൂലനാശം വരുത്തണം. എങ്കിൽ മാത്രമേ ലോകം നല്ല രീതിയിൽ ഋഷിമാരുടെ ദർശനമനുസരിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ. അതാണ് യജ്ഞ സംരക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം എന്ന് തോന്നുന്നു.